മോനെ പൃഥ്വി, ഞാൻ പറഞ്ഞ കേക്ക. നമുക്കൊരു പട്ടിയെ മേടിച്ച് കെട്ടണം. നാട്ടിൽ ഒരുപാട് കള്ളന്മാരിറങ്ങിയിട്ടുണ്ട്. നമ്മളെ ആയിരിക്കില്ല, വേറെ കള്ളന്മാരെ. അയ്യോ, ഇതാര്? കുന്നന്തോടിന്റെ മഹാരാജാവോ? പറയണം മഹാരാജാവ് ഇരിക്കണം. എന്താണാവോ ആഗമനോദ്ദേശം? പിരിവാണെങ്കിൽ OMKV എന്ന് വെച്ചാ വാർഡ് മെമ്പറെ കണ്ടം വഴിയെന്ന്. ഇതാര് ഹംസോ? ദൂതുമായിട്ടുള്ള വരവായിരിക്കും. ഒഴിഞ്ഞാട്ടെ. 2 ദിവസത്തിനകം ഈ വീടും പുരയിടും നോക്കാൻ ഒരു പാർട്ടി വരും. മാധവേട്ടൻ ദയവ് ചെയ്ത് പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. അപ്പൊ മോളുടെ ദൂതുമായിട്ടുള്ള വരവാണ്. കുടിയിറക്കാണ് ഉദ്ദേശം. ഞാൻ എവിടെ പോവും രാജാ? തെക്കേപ്പറമ്പിലേക്കൊരു വഴി അതെങ്കിലും ഒന്ന് ശരിയാക്കിത്താ. അതിന് ആ നാറി ലൂയിസും നിങ്ങളും നാട്ടുകാരും സമ്മതിക്കുന്നില്ലല്ലോ. ഇതൊന്നും അല്ലളിയാ, ഇവിടെ മെഡിക്കൽ കോളേജ് വന്ന കോടികളല്ലേ. ഒരു മുഴ മുന്നിൽ എറിഞ്ഞു നോക്കിയതാ. ആ പന്ന മോനോട് പറഞ്ഞതാ, അവന്റെ അച്ഛൻ വിചാരിച്ചാൽ ഞങ്ങൾ ഇവിടെ ഇറക്കി വിടാൻ പറ്റൂലെന്ന്. ഇതെന്ത് ന്യായം? ഈ വീടും പുരയിടും കൊടുക്കാന്ന് പറഞ്ഞല്ലേ മായ കെട്ടിച്ചു വിട്ടത്. അവർക്ക് അവരുടേതായ പ്രശ്നങ്ങളില്ലേ? സെന്റിന് 1.5 ലക്ഷം ആണെങ്കിൽ തെക്കേകളൊക്കെ ആളുണ്ട്. അമ്മയുടെ നെഞ്ച താട്ടുകല്ല് വെച്ച് എനിക്കരിയാട്ടണ്ട. ഈ കുന്നന്തോടിനൊരു ചരിത്രമുണ്ട്. ഒരു കാലത്ത് ഈ ദേശത്തെ മുഴുവൻ ഊട്ടിയിരുന്നത് ഇവിടത്തെ നെല്ല. അതാ മോൻ മെഡിക്കൽ കോളേജിന്റെ അണ്ണാക്കി തിരികിയത്. ഇതിനൊക്കെ അനുഭവിക്കുമ്പം പറയേ, എഴുതി വെച്ചോ. കുറച്ചു നാളും കൂടി അവളോടൊന്ന് ക്ഷമിക്കാൻ പറ. ഏതായാലും ഇത്രയൊക്കെ ആയില്ലേ. അതെ, എന്റെ ചെറുക്കന്റെ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ. ഇവന് കല്യാണോ? എന്റെ കല്യാണം ഒന്ന് കേട്ടിട്ടില്ലേ? സിനിമാ നടി പോലത്തെ പെണ്ണിനെ ഇപ്പം കിട്ടും. അന്ന് ഞണ്ണാ വന്നേക്ക്. ഞാൻ ഉറപ്പായിട്ടും വരും. അല്ല, ഞാൻ പറയാനുള്ളത് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. മെമ്പർ ഇപ്പൊ പോ, നമുക്ക് വഴിയുണ്ടാക്കാം. വഴിയുണ്ടാവും. ഇടവപ്പാതി ഒന്ന് കഴിയട്ടെ. സ്വന്തമായിട്ട് പാലമൊക്കെ ഉണ്ടല്ലോ വീടിന്. എന്തായാലും കോൾ അടിച്ചടാ. അളിയ, ഞാൻ ഒന്ന് മൂത്രം ഒഴിച്ചിട്ടോ അല്ലേ? അളിയും ഓക്കെ. ആള് കൂടിയിരിക്കണം, അടി കിട്ടും തോന്നുന്നു. അവിടെ ഒരു ആൾക്കൂട്ടം. നീ പറഞ്ഞ വീട് ഇത് തന്നെയാണോ? വീട് ഇത് തന്നെ, പോയി നോക്കാം. ഇനി അതിനെയും കെട്ടിച്ചു വിട്ടോ? എല്ലാതേയും കൊണ്ടുപോകണം. ഇവരെവിടുത്തുകാര്? ഇവർക്ക് ആരുമില്ലേ? പറയത്തക്ക ബന്ധുക്കളായിട്ട് ആരുമില്ല. അമ്മയും മോളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിപ്പോ ഇങ്ങനെ കിടത്തിരുന്നാ മതി. ശേഷക്രിയൊക്കെ ആരെങ്കിലും ഒക്കെ ഏർപ്പാടാക്കണ്ടേ? കുറച്ചും കൂടെ നോക്കാം, ആരെങ്കിലും വരുന്നെങ്കിലും. സഹായത്തിന് ആരുമില്ല. എന്റെ ചാച്ചിയെ കൊണ്ടുപോയ ആരുമില്ലേ? ചാച്ചിനടുത്ത് പോണോ? അമ്മച്ചി, എന്റെ ചാച്ചി പോയി. അമ്മച്ചി, അമ്മച്ചി പാവം തന്നെ. ഗോപാല, നിനക്ക് അവരെ അറിയാമോ? ഇല്ല. പിന്നെ എന്തിനാടാ കിടന്ന് നിലവിളിക്കുന്നത്? കാര്യമുണ്ട്. കല്യാണം നടക്കട്ടെ, അടിക്കട്ടെ. നടക്കട്ടെ നടക്കട്ടെ. ശേഷക്രിയകള് അയ്യോ ആരോട് പറയാനോ ചാച്ചി? കർമ്മങ്ങളൊക്കെ ഇനി ചേട്ടൻ തന്നെ ചെയ്യേ. അങ്ങനെയുള്ളപ്പോ മോളെ കൊണ്ട് ചെയ്യിക്കണ്ടല്ലോ. അതെ അതെ, നിങ്ങൾ ചെല്ലണം, ഞാൻ കൊണ്ടുവരാം. ആ ചേട്ടോ, ബാക്കി കാര്യങ്ങളൊക്കെ തയ്യാറാക്കി. അവരുടെ അമ്മയാണ് മരിച്ചത്. നീ വാ. കർമ്മം ചെയ്യണ്ടേ? ഞാൻ തന്നെ ചെയ്യണോ ചേച്ചി? ഇതിപ്പോ അതിന് വേറെ ആരും ഇല്ല. അങ്ങോട്ട് വാ, പോയി കർമ്മം ചെയ്തിട്ട് ചേട്ടാ എങ്ങനെ വിഷമിക്കണ്ട, ഞാനില്ലേ കൂടെ. ചേട്ടാ, അപ്പൊ സഞ്ജയനൊക്കെ എങ്ങനെയാ? മരണാവുമ്പോ 5-ന്നല്ലേ സഞ്ചാന്യം? അതെ, സഞ്ജയനെന്നൊക്കെ പറഞ്ഞ 500 പേരുണ്ടാവും. അവർക്കുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കണം. അതൊക്കെ അവര് നോക്കിക്കോളൂന്നേ ഇല്ലേ? ഭയങ്കര ചൂടാണല്ലോ. അത് ഞങ്ങളെ കുടുംബത്തില് ചടങ്ങ് നടക്കുന്നത് കാശിയിൽ വെച്ചാണ്. അവിടെ 10,500 പേർക്ക് ഞങ്ങൾ
അന്നദാനമൊക്കെ കൊടുക്കും. അതാണ് ഞങ്ങളെ കുടുംബത്തിന്റെ രീതി അല്ലേ? അത് നല്ലതാ, അത് നല്ലതാ. കാശിയിലൊക്കെ വെച്ച് അന്നദാനം നടത്തുക എന്നൊക്കെ പറയുമ്പോ ആത്മാവിനൊന്ന് കാശി കണ്ടതുമായി. അത് നിങ്ങളുടെ ഇഷ്ടം. ചൂടിനരായി പോകും. പിന്നെ പറയുന്നുണ്ടെന്ന് തോന്നരുത്, 5 മാസത്തെ വാടക പെങ്ങള് തന്നിട്ടില്ല. യാത് പെങ്ങള്? നിങ്ങടെ എന്റെ പിന്നെ മിണ്ടാൻ കഴിയാത്ത കൊച്ചായതുകൊണ്ട് ഞാൻ അവളോടൊന്നും ചോദിച്ചില്ല. എന്താ പറഞ്ഞേ? മോളൊരു ഊമക്കുട്ടിയല്ലേ, അവളോട് ഞാൻ വാടക ചോദിച്ചത് നാട്ടുകാരെ അറിഞ്ഞാ നാണക്കേടല്ലേ? എത്രത്തോളം വരും? ഒരു 10-15,000 രൂപ വരും. അതൊക്കെ ഈ ചേട്ടൻ തരുമെന്നേ അല്ലേ? ചൂട് കൂടി കൂടി വരുവാണല്ലോ. വാ അങ്ങോട്ട് നിക്കാം. അയ്യോ പോണ അയ്യോ. ആരുമില്ലാത്ത കൊച്ചാണല്ലയാ. ഡാ, അവക്ക് പ്രവിയെ ഇഷ്ടമാ. അത് അവളെ കണ്ണിൽ കാണാം. നീ ഈ നമ്പറൊന്നും ഇറക്കിയില്ലെങ്കിലും അവള് സമ്മതിച്ചേനെ. അളയാ, ഞാൻ പിന്നീടല്ലേ സംഗതികൾ അറിഞ്ഞത്. അമ്മയും മോളും ഒറ്റയ്ക്കാ താമസിച്ചുകൊണ്ടിരുന്നത്. അച്ഛൻ പണ്ടേ അവരെ കളഞ്ഞിട്ട് പോയി. ഓ നാട്ടുകാരിടപെട്ട് കൊച്ചിനെ ഏതോ അനാഥാലയത്തിലാക്കാനുള്ള പ്ലാനായിരുന്നു. ഞാനിങ്ങനെ ഒരു നമ്പർ ഇട്ടതുകൊണ്ട് ആ കൊച്ചിന്റെ മുഴുവൻ കൺട്രോൾ ഇപ്പം നമ്മളെ കയ്യിലായി. അല്ലെങ്കിൽ ഈ നാട്ടുകാരുടെ കാല് പിടിക്കേണ്ടി വന്നേനെ നമ്മൾ ആ കൊച്ചിനെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ. സംഗതി ശരി. ഈ പൈസയുടെ കാര്യം എങ്ങനെ? എല്ലാം കൂടെ നല്ല ചെലവില്ലേ? ഈ കേസ് നടത്തി എന്റേലും അവന്റേലും ഒന്നുമില്ല എന്ന് നിനക്കറിയാലോ. എന്തോ അളിയത്, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. 10,000 രൂപ കേസല്ലേ ഉള്ളൂ. നാളെ രാവിലെ കാശുമായിട്ട് ഞാൻ ഇവിടെ വരും. അച്ഛാ, ഈ മാമനിത് അങ്ങോട്ട് പോണേ? ആ കാശൊപ്പിക്കാൻ പോണതാ. ഉള്ള കടങ്ങളെല്ലാം വീട്ടിയിട്ട് വേണം അവളെ നിന്റെ പെണ്ണാക്കി നമ്മളെ വീട്ടിലോട്ട് കൊണ്ടുപോകാൻ. അല്ല അച്ഛാ, മാമനിത് എവിടെ നിന്ന് കിട്ടും ഇത്രയും കാശ്? പറഞ്ഞതുപോലെ ചെയ്യണവനാവൻ. സ്വന്തം ജീവിതം മറന്ന് വർഷം കുറേ ആയില്ലേ നമ്മളെ നോക്കി നടക്കുന്നു. പാവം. ചെയ്യുന്നതെല്ലാം നിന്റെ അമ്മയ്ക്ക് വേണ്ടിയാണെന്ന് എപ്പോഴും പറയും. വീട്ടുകാർ വണ്ടി എടുത്തരാന്ന് പറഞ്ഞ തേച്ചറേ ഇപ്പൊ നടക്കൂലല്ലേ? അതുകൊണ്ടല്ലേ നടക്കണത്. ഓക്കെ, 2 വർഷത്തിനകത്ത് ഞാൻ വണ്ടി എടുക്കും. ഇപ്പൊ അടുത്ത് തന്നെ നീ ഒരു 5 വർഷമെങ്കിലും. അനിയാ, ഇങ്ങോന്നേ. എന്റെ മൊബൈൽ കാണാതായി പോയി. ഈ നമ്പറിലൊന്ന് വിളിച്ചു തരാൻ പറ്റുമോ? ഈ നമ്പർ ബെല്ലുണ്ട്. സുനി, എവിടെടാ? ആശാനെ, നിങ്ങളാ? സൗണ്ട് കേട്ടോന്ന് പിടിച്ചല്ലേ ആശാനാണെന്ന്. പിന്നെ എനിക്ക് കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട്. നീ മറ്റേ സാധനം എടുത്ത് നിങ്ങൾ വാ. ഓ, ഞാൻ എന്റെ കുഞ്ഞമ്മേരെ മോളെ ജാതകം കൂടെ വന്നിക്കാണ്. നീ പോവേന്നും വേണ്ട, ഞാൻ പറയണ നീ കേട്ടാ മതി. എന്തോന്ന് ആശാനെ? നീ സാധനം കൊണ്ട് അങ്ങ് വാ. പിന്നെ നീ അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചോ. ശരി, പെട്ടെന്ന് വരണം. ഓ ശരി ശരി. ഓക്കെ. ചേട്ടാ ചേട്ടാ എന്റെ ഫോണ്. ഞാൻ പോണു. എന്റെ ഫോണ്. ഓ നിന്റെ ഫോണാ? എന്റെ ഫോണോട്. ഓക്കെ ഓക്കെ. പോട്ടാ. നിന്റെ കളക്ഷൻസ് എല്ലാം ഇപ്പം പോയാനെ. ശശി, ആശാനെ റേറ്റ് എത്ര? ഇന്നത്തെ റേറ്റ് 300. അത് ഇച്ചിരി കൂടുതലല്ലേ? അത് ചെറുത്, ഇതല്പം വലുത്. കൊടുത്തെടുക്ക. കാശെടു. ഓ
പിന്നെ അറ്റാക്ക് ഉള്ളവര് പൈസ അധികം തരണേ. ആയിരം 1500 പൈസ മുക്കല്ലേ? 2000 3000 4000 5000. ഇത്ര വലുതായിട്ട് കുറെ നാളായി. ഇന്നത്തെ കളക്ഷൻ എങ്ങനെ ഉണ്ട്? കുഴപ്പമില്ല. വിഷയം അറിയാടാ? ഇല്ല, നല്ല ക്ലാരിറ്റി ഉണ്ടല്ലോ. അലക്കി എന്റെ വെള്ളം ഉണ്ടായുണ്ട്. ഇരുന്നിരുന്നൊരു മുണ്ട് കൊടുത്തപ്പോ ഇങ്ങനെ